ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ വന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിന്റെ ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ അതിന്റെ അപ്രൂവൽ പ്രൊസീജിയർ സംഭവമൊക്കെ നമ്മൾ ഓൾറെഡി 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരെ പോയി കണ്ടുനോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്. നമ്മുടെ സ്മാർട്ട് ടേൺ കാർഡാണ് കേട്ടോ. പക്ഷേ ഈ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന് ഒരു കുഴപ്പമുണ്ട്. ഇത് കുറെ പേര് നമുക്ക് ഓൾറെഡി എനിക്ക് ഓൾറെഡി കുറെ പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവരെ കാർഡ് പ്രത്യേകിച്ച് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ റിജക്ട് ആവുക അല്ലെങ്കിൽ ഫെയിൽ ആവുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ മെസ്സേജും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ആമസോണിലാണ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോണിൽ കുറച്ച് പർച്ചേസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഓഫ്ലൈൻ സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് അങ്ങനെ പോകാറില്ല. അപ്പോൾ ഞാൻ റീസെന്റ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ പുറത്ത് പോയിപ്പോൾ നമ്മൾ അത്യാവശ്യം റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ ബ്രാൻഡഡ് ഷോപ്പിലും നമ്മൾ ഉപയോഗിച്ച് നോക്കി. അപ്പോൾ ഇതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ മിക്ക ആൾക്കാരുടെ കയ്യിലത്തെ POS മെഷീനിലും, അതായത് നമ്മുടെ സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ സപ്പോർട്ട് ഇല്ലാത്ത POS മെഷീൻസ് ആണ് നമ്മുടെ ഈ നാട്ടിൽ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത്. അതിൽ നമ്മുടെ ഈ കാർഡ് വർക്ക് ആവില്ല. അങ്ങനെ ഒരു കുഴപ്പം ഈ സാധനത്തിനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവരെ കസ്റ്റമർക്കാരായിട്ട് സംസാരിക്കും, ഇവർക്ക് ചാറ്റ് സപ്പോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അവരുടെ ആപ്പിൽ കൂടെ തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവർ പറഞ്ഞത് ഇത് തന്നെയാണ്, നിങ്ങൾ പോയ കടയിൽ അമേരിക്കൻ എക്സ്പ്രസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധനം വർക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ഇഷ്യൂ സാധനം ഉണ്ട്. എന്താ വെച്ചാൽ ഇതൊരു പ്രീമിയം കാർഡാണ്. സ്മാർട്ട് ഫോൺ കാർഡ് എന്ന് പറയുന്നത് പ്രീമിയം കാർഡല്ല, പക്ഷേ അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ബ്രാൻഡ് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇതിന് ചാർജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഈ നോർമൽ കടകളിലൊന്നും 90% ഷോപ്പിലത്തെ POS മെഷീനിലൊന്നും ഈ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എടുക്കില്ല. അതാണ് കുഴപ്പം. പ്രത്യേകിച്ച് പുതിയ നമ്മുടെ എന്താ പറയുക PayUന്റെ മെഷീനും Paytmന്റെ മെഷീനും അതുപോലെ തന്നെ സ്മാർട്ട് POS മെഷീൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ പോലും അവർ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അത് ശരിക്കും സെപ്പറേറ്റ് വേണമെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെ ഒരു സപ്പോർട്ട് ഇല്ല ഇപ്പോൾ. അങ്ങനെ കുഴപ്പം നോക്കി ഞാൻ ആക്ച്വലി ഒരു നോർമൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ നോക്കിയിരുന്നു, അവിടെ നമുക്ക് റിജക്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ നോക്കിയിരുന്നു, അവിടെ നമുക്ക് റിജക്ട് ആയി. അതിനുശേഷം ഞാൻ നമ്മുടെ ഒരു ബ്രാൻഡഡ് ഷോറൂമിൽ നമ്മുടെ സ്നീക്കർ ഞാനൊരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ സാധനം വർക്കായി. എന്നുവെച്ചാൽ അവിടെ അമേക്സിന്റെ സപ്പോർട്ടുള്ള POS മെഷീനുള്ളത്. അപ്പോൾ ഈ സാധനം കൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രാൻഡ് ആയിട്ടുള്ള ഷോറൂമിലൊക്കെ ആണെങ്കിൽ സാധനം വർക്ക് ചെയ്യും. ഇപ്പോൾ ആപ്പിളിന്റെ ഷോറൂമിൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യും, അല്ലാത്തവർക്ക് വർക്ക് ചെയ്യില്ല കേട്ടോ. അങ്ങനെ മെയിൻ പ്രോബ്ലം നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകൾക്ക് ഉണ്ട്. അപ്പോൾ ഈ സാധനം വെറുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും വെറുത്തല്ലാന്ന് തന്നെ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അധികം ലിമിറ്റ് കിട്ടിയിട്ടും കാര്യമില്ല. എനിക്ക് നല്ല ലിമിറ്റ് ഉണ്ടായിരുന്നു, 3 lakhന്റെ പോലും. പക്ഷേ പ്രോബ്ലം ഇതാണ്, നമുക്ക് ഓൺലൈനിലും മാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാനും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആപ്പിളിന്റെ ഷോറൂമിലും അങ്ങനത്തെ ഷോറൂമിലൊക്കെ പോയി ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ എന്താ പറയുക മൾട്ടി നാഷണൽ കമ്പനീസിന്റെ ഷോറൂമിലൊക്കെ പോയി ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ വെറുത്തല്ല. പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ഫോൺ കാർഡ് എന്ന് പറയുന്നത് ഇവരുടെ ബേസിക് കാർഡാണ്, 490 രൂപ പ്ലസ് GST ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഹൈ എൻഡ് കാർഡുകളൊക്കെ ഉണ്ടല്ലോ, എന്ന് പറയാ എന്താണ് മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ്, അതുപോലെ തന്നെ പ്ലാറ്റിനം കാർഡ്, അതൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇങ്ങനത്തെ നോർമൽ കടയിലൊക്കെ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ശരിക്കും അതൊരു ഭയങ്കര വൻ നെഗറ്റീവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര വൻ നെഗറ്റീവാണ്. അപ്പോൾ ശരിക്കും ഈ സാധനം പ്രീമിയം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ നമുക്കിത് ഈ ചാർജും കൊടുത്തപ്പോൾ ഇപ്പോൾ പ്രീമിയം പ്ലാറ്റിനം കാർഡൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 60,000 പ്ലസ് GST ചാർജ് വരുന്നത്. ആ കാർഡൊക്കെ എടുത്തിട്ട് അതിന് പക്ഷേ നല്ല റിവാർഡ് പോയിന്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് കിട്ടണമെങ്കിൽ സാധനം യൂസ് ചെയ്യണ്ടേ. പക്ഷെ നമുക്ക് ഇതുപോലെ നോർമൽ ഷോപ്പിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ പോയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പറ്റും. പക്ഷെ നമ്മളിത് എപ്പോഴും പോയിട്ട് അവിടെ പോയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അപ്പം നമുക്ക് ആ ഒരു ക്യാപ്പിംഗ് അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇത് നല്ലോണം യൂസ് ചെയ്യണമല്ലോ, നല്ല നമുക്ക് അതിന്റെ റിവാർഡ് പോയിന്റ്സ് നമ്മളൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഈ സംഭവം പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു മെയിൻ പ്രോബ്ലം നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകൾക്ക് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഈ കാർഡ് പിന്നെയും കുഴപ്പമില്ല, നിങ്ങൾക്ക് നമുക്ക് ഓൺലൈനിൽ ഒക്കെ ഓഫറും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, ആമസോണിലും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആ സമയത്താണ് ഞാൻ റീസെന്റ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്തതും കാർഡ് ആക്ടിവേറ്റ് ചെയ്തതൊക്കെ നമ്മുടെ ആമസോണിൽ ത്രൂ ആണ്, ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ മെയിൻ പ്രോബ്ലം വരുന്നതുകൊണ്ട് നിങ്ങൾ പ്ലാറ്റിനം കാർഡൊക്കെ എടുക്കുകയാണെങ്കിൽ വൻ നഷ്ടം വരാനുള്ള ചാൻസ് ഭയങ്കര കൊടുത്താണ്. പ്രത്യേകിച്ച് നിങ്ങൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ മെജോറിറ്റി സ്ഥലത്തും നമുക്ക് എംഎക്സ് കാർഡുകൾക്ക് സപ്പോർട്ട് അവർ വെക്കുന്നില്ല കേട്ടോ. സപ്പോർട്ടുള്ള POS മെഷീൻ വെക്കുന്നില്ല. ശരിക്കും അവൈലബിൾ ആണ്, പക്ഷെ അത് വെക്കുന്നില്ല. എന്ന് വെച്ചാൽ നഷ്ടമാണ് അവർക്ക്. എന്ന് വെച്ചാൽ കൊള്ളയായിരിക്കും അവർക്ക്. അതിന് സർവീസ് ചാർജ് ഉണ്ട്, വാടക ഉണ്ട്, റെന്റ് ഉണ്ട് POS മെഷീൻ എടുക്കാനൊക്കെ. പക്ഷെ അവർക്ക് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വെക്കുന്നില്ല. അപ്പോൾ നമുക്ക് യൂസും ഇല്ല, ഓൺലൈൻ മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ പോരാത്തതിന് ഈ സാധനത്തിന് ഇപ്പോൾ ATMലും നമ്മുടെ ഈ നോർമൽ ATMലും ഈ സാധനം വർക്ക് ചെയ്യില്ല കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആപ്പിൽ നോക്കുമ്പോൾ അറിയുന്നതായിരിക്കും ATM ഫീച്ചർ ഡിസേബിൾഡ് ആണ്.
അപ്പോൾ ATM-ലും സാധനം വർക്ക് ചെയ്യില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ്, ഒരു അമേരിക്കൻ എക്സ്പ്രസിന്റെ ഒരു ബ്രാൻഡ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അതിലെടുത്ത് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. വലിയ ബെനിഫിറ്റ് സംഭവമൊന്നും ഇല്ല കേട്ടോ. ഇത് ഈ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ ഏത് കാർഡ് എടുത്താലും നമ്മുടെ കേരളത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഇപ്പൊ നിങ്ങൾ ഹൈ എൻഡ് ബിസിനസ്, ഇപ്പോൾ ഭയങ്കര ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുൾ വരും, അല്ലെങ്കിൽ വലിയ കാര്യം വരില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന്റെ മാക്സിമം സ്മാർട്ട് കാർഡ് കാർഡ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ് എടുക്കുക. പ്ലാറ്റിനം കാർഡ് എടുക്കാൻ പോകണ്ടെന്ന് വെച്ചാൽ വന്ന നഷ്ടമായിരിക്കും. ഞാൻ എന്തായാലും വേണമെങ്കിൽ എൻ്റെ 2 സാധനത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ ഇടാം, നമ്മുടെ റെഫറൽ ലിങ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്താണ്. പോലെ തന്നെ ഈ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഇപ്പൊ ഭയങ്കരമായിട്ട് അപ്രൂവ് ആവുന്നുണ്ട്. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. എനിക്കൊരു ഇൻകം പ്രൂഫ് ഉണ്ടാകുന്നില്ല, വീഡിയോ KYC ഉണ്ടാകുമ്പോൾ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ തന്നെ വീഡിയോ KYC ചെയ്തിട്ട് ഒരു മണിക്കൂറിൽ തന്നെ സാധനം അപ്രൂവൽ മെസ്സേജ് വന്നു. ഒരു 3 ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് ത്രൂ ഡെലിവറിയും ചെയ്തു കേട്ടോ. അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ, അതുപോലെ തന്നെ അതിന്റെ ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. കുറെ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറെ മൾട്ടിപ്പിൾ, ഞാൻ വെച്ച് ചില കാർഡുകൾക്ക് മാത്രമുള്ള ഇഷ്യൂ ആയിരിക്കും, പക്ഷെ ഇത് ഒരു എടുത്ത എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണാൻ മെയിൻ കാരണം കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് മുമ്പ് എന്ന് വെച്ചാൽ ഈ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവ്. 1% ആൾക്കാർക്കൊക്കെ ലെഫ്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ചാർജ് കൊടുത്തിട്ടായിട്ട് എടുക്കുക നിങ്ങൾ. അപ്പോൾ അതിനുള്ള ഒരു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പക്ഷെ സംഭവം നല്ല കാർഡ് കിടുപാട് തന്നെയാണ്. എന്ന് വെച്ചാൽ കാർഡ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചത് സ്നീക്കേഴ്സിന്റെ ഷോറൂമിലാണ്. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ കാർഡ് കൊടുക്കുമ്പോൾ ഒരു എന്താ പറയാ, നമ്മളൊരു പ്രീമിയം കസ്റ്റമർ എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ ഗുണമുണ്ട്, സാധനം ഉണ്ട്. പിന്നെ ചില സ്ഥലത്ത് മാക്സിമം ഓഫറും കിട്ടാം. നമ്മുടെ ആ കാർഡിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓഫർ കാണിക്കുന്നുണ്ട്. ഷോപ്പിൽ സംഭവം ഒന്നും എഴുതി വെച്ചില്ലെങ്കിലും നമ്മൾ ആ MX സപ്പോർട്ടുള്ള POS മെഷീനിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് വേണമെങ്കിൽ പോയിന്റ്സ് റിഡീം ചെയ്ത് അതിൽ കൊടുക്കാം. അല്ലാണ്ട് തന്നെ ഇടയ്ക്ക് 5% എന്നൊക്കെ പറഞ്ഞ് ഡിസ്കൗണ്ട് കാണിക്കുന്നുണ്ട്. സ്നീക്കർ ഞാൻ ചെയ്തപ്പോൾ, സ്നീക്കേഴ്സിൽ നമ്മൾ ചെയ്തപ്പോൾ, അല്ല സ്നീക്കർ എന്ന് പറഞ്ഞത് സ്കെച്ചേഴ്സ് ആണ് അതിന്റെ ബ്രാൻഡ് നെയിം കേട്ടോ. സ്നീക്കർ ഞാൻ വാങ്ങിച്ച സാധനത്തിന്റെ വരെ, ഷൂവിന്റെ വരെ, മോഡലിന്റെ വരെ. അപ്പോൾ അത് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ റീസെന്റ് തന്നെ ഒരു അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്ക സ്ഥലത്തും വർക്ക് ചെയ്യില്ല. അത് നോക്കിയിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. എന്ന് വെച്ചാൽ ഇത് മാത്രം എടുത്ത് കൊണ്ടുപോകണ്ട, വേറൊരു സെപ്പറേറ്റ് കാർഡും കൂടി കയ്യിലെടുത്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ പെടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.